ഹായ്, ഞാനിപ്പോൾ ഉള്ള മിനിയൂട്ടിൻ്റെ അടുത്തുള്ള വൈബ് ലാൻഡ് എന്ന സ്ഥലത്താണ്. അപ്പോൾ അതിൻ്റെ ഒരു വൈബ് തന്നെയാണ് കാണിക്കാൻ പോകുന്നത്. കുട്ടികൾ കളിക്കാനുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വേറെ സെറ്റാണ് താണ്ടില്ലേ. ഓടുന്നു ഇതൊക്കെയാണ്. അതായിരുന്നു. ഞങ്ങൾ ഓരോ വൈബ് ഉണ്ട് കേട്ടോ. ജീവുള്ള ക്യാബലിന്റെ കൂടെ ഒരു കുരകിലിരിക്കുന്നത് കണ്ടില്ലേ. യെസ്, അടിപൊളി വൈബാട്ടോ, വേറെ ലെവലാട്ടോ, സൂപ്പറാട്ടോ. ഒട്ടകത്തിന്റെ മേലെ വേറൊരു കുരങ്ങാൻ കുട്ടി. ഇത് കണ്ടില്ലേ, പുലിന്റെ മേത്തൊക്കെ ഇരുന്ന് ഫോട്ടോ എടുക്കട്ടാ. ഒക്കെ ബൊമ്മകളാണ്, അടിപൊളിയാണ്. പിന്നെ ഫാമിലി പൂൾ അപ്പുറത്തുണ്ട്, മറ്റുള്ള പൂളുകളുണ്ട്. എന്തായാലും നമുക്ക് പൂളിലൊക്കെ ഒന്ന് ഇറങ്ങി കുളിക്കണം. സെറ്റ്. ഒരുപാട് ആക്ടിവിറ്റീസുകളുണ്ട് കേട്ടോ കുട്ടികൾ കളിക്കാൻ പറ്റിയ. ഇങ്ങനെ കേറിയിട്ട് പോട്ടെ. വേറൊന്ന് വൈബ്. ഇതിങ്ങനെ കേറിയിട്ട് ഇങ്ങനെ പറഞ്ഞിറങ്ങണം. ഇറങ്ങാൻ പോണ്ട്. ഇവിടെ ഇരിക്കാനും സെറ്റപ്പ് അവരെ പരിപാടികൾ അവതരിപ്പിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട് കേട്ടോ. നല്ല വൈബാട്ടോ, ചില്ലി. ഇതാണ് ഹൈറ്റ് മെയിൻ റോഡ്. അവിടെ നിന്ന് താഴേക്കുള്ള റോഡ്, സ്റ്റേജ്, കാര്യങ്ങൾ, പ്രോഗ്രാമും എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു വൈബ് ലാൻഡിന്റെ ഒരു ഇതുണ്ട്. ഇവിടെ സെറ്റപ്പ് ഉണ്ട്, മരം വെച്ചിട്ട്. ഇവിടെ വെള്ളച്ചാട്ടം എന്തോ പരിപാടി ഉണ്ട്. സമയമാവുമ്പം സെറ്റാവും. ഇത് കണ്ടോ, ഫുൾ വൈബാണ്. പൊളിയല്ലേ? ആ സ്വിമ്മിംഗ് പൂളിൽ പോകും, നമ്മള് പോകും. അത് പോയിട്ട് നമ്മള് ആവുള്ളൂ. സ്വിമ്മിംഗ് പൂളിൽ പോകും. അനക്കെന്താ വേണ്ടി? അങ്ങനെ ഞങ്ങൾ വൈബാക്കാൻ വേണ്ടി നമ്മളെ സ്വിമ്മിംഗ് പൂൾ എത്തിയിട്ടാണ്. ഇവിടുത്തെ മെയിൻ ആകർഷണം ഈ സംഭവം തന്നെയാണ്. അതായത് പ്രധാന ആകർഷണം കുട്ടികൾക്ക് ചില്ലാണ്. വലിയവർക്കും കുഴപ്പമൊന്നുമില്ല, രണ്ട് ഭാഗമാക്കിയിട്ട്. കാരണം ചെറിയ കുട്ടികൾക്കും കുറച്ച് വലിയ കുട്ടികൾക്കും എന്നുള്ള ലെവലിൽ സെൻറ്ററിൽ കണ്ടില്ലേ ഒരു സംഭവമാക്കിയിട്ട്. അപ്പോൾ എന്തായാലും നമ്മളെ ഇനൂസ്, അതായത് നമ്മളെ അടിപൊളി മച്ചാന് പൊളിയായിട്ട് അതിൽ കുളിച്ചുകൊണ്ടിരിക്കുക. ആൾക്ക് പിന്നെ ഇങ്ങനത്തെ കണ്ടാൽ മതിയല്ലോ, വേറെ ലെവലിലാണ്, വേറെ വൈബ്. കാരണം കുറച്ച് ആഴമുള്ള ഭാഗമാണ്. ഇവിടെ അവനെ ഇറക്കാൻ കഴിയൂല, നമുക്ക് തന്നെ അരക്കും മുകളിൽ വെള്ളമുണ്ട്. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ ഏകദേശം കുട്ടികളൊക്കെ കുളിക്കുന്നത്. കണ്ടില്ലേ, മറ്റാളെ കണ്ടില്ലേ ഓടി വരുന്നുണ്ടല്ലേ. ഇതാണ് ആളവസ്ഥ കേട്ടോ. വേറെ ലെവല്, വേറെ വൈബായിട്ട് ചില്ലാക്കി കുളിക്കുക. ഇതിൻ്റെ അപ്പുറത്ത് കണ്ടില്ലേ, ആ ഭാഗത്തൊക്കെ കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് എന്താ ഉള്ളത്, നമ്മുടെ ഫാമിലി ഉള്ളത്. അതായത് ഫാമിലിക്ക് വേണ്ടിയിട്ട് സെറ്റപ്പ് ആക്കിയിട്ടുള്ളത്. അതായത് മണിക്കൂറിന് 1500 രൂപയാണ് ആ ഒരു പാക്കേജിന് കേട്ടോ. അതായത് അതിൽ 15 ആൾ പോകും. പെർ ഹെഡ് 100 തന്നെയാണ് കണക്ക്. അത് 15 ആളുണ്ടെങ്കിൽ അവിടെ പോയിട്ട് കാര്യമുള്ളൂ. മറ്റേ നമ്മൾ 4 ആൾ 5 ആളൊക്കെ പോയി കഴിഞ്ഞാലും 1500 കൊടുക്കേണ്ടി വരും എന്നർത്ഥം. ഇവിടെ പെർ ഹെഡ് 100 കൊടുത്താൽ മതി. എത്ര ആയാലും കുഴപ്പമില്ല, ആ ആൾക്കനുസരിച്ച് മാത്രം കൊടുത്താൽ മതി. അതുകൊണ്ടാണ് ഞാൻ അവനൊന്ന് ചില്ലാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കയറിയതാണ്. ചെന്ന പാടനെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടെന്ന് പറഞ്ഞാൽ പൈത്തൻ ചാടണം എന്നുള്ളൊരൊറ്റ വാശിയിൽ തന്നെയാണ്. ഒരുപാട് ഞങ്ങൾ 2 മണിക്ക് അവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഫുഡ് കൊണ്ടുപോയി, ഫുഡ് കഴിച്ച് സെറ്റപ്പാക്കി. അതിൻ്റെ ശേഷമാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അങ്ങനെയാണ് ചോദിച്ചറിഞ്ഞപ്പോഴാണ് ഈ സ്വിമ്മിംഗ് പൂൾ പറഞ്ഞത്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ മിനി ഊട്ടിയിൽ നിന്ന് നേരെ ആ റോഡിന് നേരെ ഒന്നും കൂടി മുന്നോട്ടൊരു 3 കിലോമീറ്റർ പോകണം. അപ്പോൾ നമുക്ക് ഈ ഒരു സംഭവം കാണാൻ പറ്റുള്ളൂ. പുതിയതാണ്. അപ്പോൾ എന്തായാലും വൈബാണ്, ചില്ലാണ്. താല്പര്യമുള്ളവരൊക്കെ പോകാൻ. നമ്മൾ അടുത്തായതുകൊണ്ട് മലപ്പുറം ജില്ലയിൽ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് കുട്ടികൾക്കായിട്ട് കളിക്കാനും ഇതിനൊക്കെ ആയിട്ടുള്ള. പിന്നെ അതുപോലെ വേറെ ഒരുപാട് ആക്ടിവിറ്റീസുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഒരാളിപ്പോഴും ഇറങ്ങിയിട്ടില്ല. ഏകദേശം നല്ല വെയിലുണ്ട്, വെള്ളം അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ. എന്നാലും ആൾക്കത് ഭയങ്കര ത്രില്ലാണ്.
ഇറങ്ങിയ പാടന്നെ ആളൊന്ന് മുങ്ങി പൊന്തിയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും ആൾക്കൊരു പ്രശ്നേ അല്ല. സൂപ്പർ. കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ കയറാൻ പോകട്ടോ. കാരണം വെച്ചാൽ പൂളിപ്പോൾ നിറഞ്ഞ ഏകദേശം ആളുകളെ കൊണ്ട് സൂപ്പർ. ഇനോ മറ്റാൾ ഇപ്പോഴും പൂളിൽ തന്നെ കേട്ടോ. സെറ്റാണ് അത് പൂള് സെറ്റ്. സൂപ്പർ. പൂളി എങ്ങനെയുണ്ടായിരുന്നു? സ്വിമ്മിംഗ് പൂള് തോപ്പ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം. അതൊക്കെ കഴിഞ്ഞപ്പോ ആള് ഇങ്ങോട്ട് വന്നിട്ട് കേട്ടോ. ഇങ്ങനെ അടിക്ക് പേടിച്ചിരിക്കുന്നു. ഇത് കണ്ടില്ലേ, ഇതോട്ട് വേറെ സംഭവം കേട്ടോ. ഒറിജിനൽ മരം എന്നല്ല, മരം പോലെ ഒന്ന് സെറ്റാക്കി പെയിന്റ് ചെയ്ത് സെറ്റാക്കിച്ച സംഭവം. വെള്ളം ഒഴിക്കണ്ടേ, ഇതല്ല ഇതിലേക്കാണ് വരുന്നത് കേട്ടോ. ഇതൊക്കെയാണ് ഇതിത്തെ വേറെ ലെവലെന്ന് പറയാം. നല്ല ഹൈറ്റ് എന്ന് വരാം. മുകളിലൊരു കണ്ടില്ലേ നല്ലൊരു സെറ്റപ്പ് കേട്ടോ. ഒരു ചെറിയ സെറ്റപ്പ്, ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പ് കണ്ടില്ലേ. അവിടെ ഇരിക്കാൻ ഇനി പ്രോഗ്രാം ഇപ്പോൾ തുടങ്ങും കേട്ടോ. പ്രോഗ്രാം ഇപ്പോൾ സെറ്റായി തുടങ്ങും. ഒരു പാട്ടൊക്കെ പാടുന്നുണ്ട്. തൗടാക്കണം നമുക്ക്. എന്തായാലും പെരുന്നാളൊന്നും വരാൻ പറ്റില്ല. അപ്പോൾ ഈ സമയത്ത് ഉഷാറാക്കാനുള്ള സെറ്റാണ്. ഇത് പ്രത്യേകത വെച്ചിട്ടുണ്ടല്ലേ, ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു പരിപാടി അവതരിപ്പിക്കാനും പാട്ട് പാടാനൊക്കെ ഭയങ്കര സെറ്റപ്പാണ്. അതല്ലേ, ഭയങ്കര രസമായിട്ടോ കാണാൻ. ഇത്രയും സൗകര്യം ഇവിടുന്ന് കാണുമ്പോൾ അതിൻ്റെ പ്രത്യേക ഭംഗിൻ്റെ സെറ്റാണ് കേട്ടോ. അടിപൊളിയല്ലേ. വൈബന്നല്ലേ. അപ്പോൾ നല്ല അടിപൊളി പൂളാണ്. ആരും തന്നെ മറക്കണ്ട വരാൻ കേട്ടോ. സെറ്റാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ്, ബെല്ലൈക്കൻ, ഷെയർ ഒക്കെ ചെയ്ത് അങ്ങോട്ട് ഉഷാറാക്കി.